എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ശങ്കര നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 51 സെഷനാണ്. ആദ്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ബ്രഹ്മശ്രീ വിശ്വനാഥൻ നമ്പൂതിരി സാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രഥമ ശങ്കര സ്മൃതി പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. കഴിഞ്ഞ മാസം ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് പത്തനംതിട്ട ശ്രീ ജ്ഞാനാനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന്റെ പുരസ്കാരം സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. അജ്ഞാനാന്തർ ഗഗനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാ താപപാപാസ്യ മാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോമൂർത്തി ശരദി ഭുവി ശങ്കരാചാര്യ ശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗിരുചിഭിർവശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതിയ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വശിന്യോദ്യാം വദനകമലാ മോദമധുരേ വജോവിർവാഗ്ദേവീ വദനകമലാ മോദമധുരേ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. വളരെ ഭക്തി ആദരപൂർവ്വം ഇന്നത്തെ ഈ സെഷനിലേക്ക് ഡോക്ടർ പി വി വിശ്വനാഥ് നമ്പൂതിരി സാറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ജയശങ്കര. ഭവതു ഫഹനവു ഭുനക്തു ഫഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. അദ്വൈത ലഹരിയുടെ ആഭിമുഖ്യത്തിൽ 50 ക്ലാസുകൾ പൂർത്തീകരിച്ചു. അതിലുപരി അതിൻ്റെ ഒരു ആദരസൂചകമായി ഈ അദ്വൈത ലഹരിയിലെ എല്ലാ അംഗങ്ങളും കൂടി ചേർന്ന്
ശങ്കരാചാര്യസ്വാമിയുടെ പേരിലെ ശങ്കരസ്മൃതി എന്നൊരു മഹത്തായ ആദരവ് എനിക്ക് നൽകുവാൻ സന്നദ്ധത കാണിച്ച എല്ലാ സത്സംഗ സമിതിയിലെ അംഗങ്ങളോടും വിനീതമായ കടപ്പാട് അറിയിക്കുന്നു. ഇന്ന് നമുക്ക് മഹാഭാരതത്തിൻ്റെ ഭീഷ്മപർവത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ ആദ്യത്തെ ഭാഗത്തുള്ള ഭഗവത്ഗീതയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഗീതയാണ് ഇന്ന് നമുക്ക് എടുക്കേണ്ടത് എന്ന്. ഭഗവത്ഗീത ഒരുപക്ഷെ അദ്വൈത ലഹരിയിലെ എല്ലാ അംഗങ്ങൾക്കും നന്നായി അറിയാവുന്നവരായിരിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഡീറ്റെയിൽഡായ സ്റ്റഡി അതിനാവശ്യമുണ്ടോ എന്നെനിക്കൊരു ആശങ്കയുണ്ട്. അറിയാവുന്നവരായിരിക്കും മിക്കവാറും പേര് തന്നെ. എങ്കിലും എൻ്റേതായ രീതിക്ക് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. സംശയമുള്ളതിൻ്റെ മറുപടികൾ ചോദിച്ചാൽ നമുക്ക് തീർത്തു പോകാം. അല്ലെങ്കിൽ കാരണം ഇന്ന് ഗീത പഠിക്കാത്തവരാരും ഉണ്ടാവില്ല. വായിച്ചും കേട്ടും അറിഞ്ഞും കണ്ടും പഠിച്ചവരാണ് അധികം ആൾക്കാരും. തന്നെയുള്ള അദ്വൈത ലഹരിയിലെ അംഗങ്ങൾ അധികവും ആചാര്യസ്വാമിയുടെ ഉപദേശങ്ങളിൽ കൂടി ഗീത നന്നായി ഉൾക്കൊണ്ടവരായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എങ്കിലും മഹാഭാരതം ഒന്ന് പരിചയപ്പെടുന്നതിന് ഇടയ്ക്ക് വന്ന ഈ ഒരു വിഷയം കൂടി ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഗീതോപദേശത്തിൻ്റെ ആമുഖമായി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പാർത്ഥായ പ്രതിബോധിതം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം എന്ന് എല്ലാവർക്കും ഗീത പഠിക്കുന്നവർക്കെല്ലാം ആദ്യം ചൊല്ലുന്ന ഈ ഗീതാധ്യാനം ശ്ലോകം പരിചിതമാണ്. ആ ധ്യാന ശ്ലോകത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ ഭഗവത്ഗീത എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിബോധിതാം എന്ന വാക്കിലെ പ്രതി എന്നൊരു ഉപസർഗമാണ് ഈ അർത്ഥം തരുന്നത്. പ്രതി എന്ന വാക്കിന് തോറും എന്നർത്ഥം. നിമിഷം പ്രതി നിമിഷം തോറും. പ്രതിബോധിത ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കോടിക്കണക്കിന് ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗീത എന്ന് പ്രതിബോധിതം എന്ന വാക്കുകൊണ്ട് നമുക്ക് കിട്ടും. അർജുനൻ നിമിത്തീകൃത്യ ഭഗവാൻ ആഹാ ലോകസംഗ്രഹാർത്ഥം. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗീത ഉപദേശിച്ചതെന്ന് ഈ ധ്യാന ശ്ലോകത്തിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അർജുനൻ ഒരു കാരണമാണെന്ന് മാത്രം. ലോകസംഗ്രഹമാണ് വിഷയം. അതുകൊണ്ട് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഗീത ഉപദേശിക്കുന്നത്. അർജുനനെ പോലെ ജീവിതത്തിൽ വിഷമതകൾ നേരിടുന്ന എത്രയോ ജനങ്ങൾ, അവർക്കൊരാശ്രയമാണ് ഭഗവത്ഗീത. ഗീതയുടെ മറ്റൊരു വലിയ മഹത്വം അതൊരു സന്യാസി മറ്റു സന്യാസിക്ക് ഉപദേശിക്കുന്നതല്ല. അതൊരു ഗൃഹസ്ഥൻ മറ്റൊരു ഗൃഹസ്ഥൻ ഉപദേശിക്കുന്നതാണ്. അർജുനനെ പോലെയുള്ള ഒരു ഗൃഹസ്ഥൻ, ശ്രീകൃഷ്ണ ഭഗവാനെ പോലുള്ള മറ്റൊരു ഗൃഹസ്ഥൻ, ഈ ഒരു ഗൃഹസ്ഥൻ മറ്റൊരു ഗൃഹസ്ഥൻ ഉപദേശിക്കുമ്പോൾ ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ വിഷമതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാതെ ഒരു വേദാന്ത ഉപദേശമായി മാത്രം ഗീതയെ കാണാൻ പറ്റില്ല. ഒരു ഗൃഹസ്ഥൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഉപദേശമാണ്. അതുകൊണ്ടാണ് ഒരു സന്യാസിയുടെ ഉപദേശമല്ല ഇത്. ഭഗവാൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട് രണ്ട് ഉപദേശങ്ങളെ നിർവഹിക്കുന്നുള്ളൂ. ഒന്ന് ഈ ഭഗവത്ഗീത, പിന്നൊന്ന് ഉദ്ധവോപദേശം. അപ്പൊ ഈ രണ്ട് ഉപദേശങ്ങളിൽ ആദ്യത്തെ ഉപദേശം ഭഗവാൻ മനുഷ്യരാശിക്ക് വേണ്ടി അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ആദ്യം ഉപദേശിക്കുന്നതാണ് ഗീത. ജീവിതത്തിലെ പ്രായോഗിക തലങ്ങളിൽ ഉപയോഗിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ് ഗീതയിലെ ഉള്ളടക്കം.
ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രായോഗിക ജീവിതത്തിൽ ഏതൊക്കെ തരം വൈഷമ്യങ്ങൾ നേരിടാം, അതിന് പരിഹാരവിധികൾ എന്താണ്? ഇതാണ് ഗീത നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഗീത ഒരു ജീവിത ശാസ്ത്രമാണ്. വേദാന്ത ശാസ്ത്രം എന്നുള്ളതിലുപരി ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ഒരു ശാസ്ത്രം. അതിന് പിൻബലം വേദങ്ങൾ തന്നെയാണ്. ഏതൊരു ശാസ്ത്രം അവതരിപ്പിക്കുമ്പോഴും അതിന്റെ പിൻബലം വേദമായിരിക്കണം, വേദപ്രമാണമായിരിക്കണം. അങ്ങനെ ഭഗവത്ഗീതയ്ക്കും ഏറ്റവും വലിയ പ്രാമാണികമായ ഒരു പിൻബലം വേദങ്ങളാണ്. അതുകൊണ്ടാണ് വേദങ്ങളുടെ സാരാംശം പിഴിഞ്ഞ് ഊറ്റിയെടുത്ത ഗ്രന്ഥ തല്ലജങ്ങളാണ് ഉപനിഷത്തുകൾ. വേദ അന്തങ്ങളാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ ഉപനിഷത്തുകളുടെ സാരാംശം, ഉപനിഷത്തുകൾ അസംഖ്യമാണ്. ഇതെല്ലാം പഠിച്ചു വരാൻ ആവാത്തതുകൊണ്ട് അതിൻ്റെ സാരാംശത്തെ ചുരുക്കിയെടുത്ത് ഗീതയായി. അപ്പൊ ഗീത വേദങ്ങളുടെ സാരമായ ഉപനിഷത്ത്, ഉപനിഷത്തിൻ്റെയും സാരമാണ് ഗീത എന്ന് ഭഗവത്ഗീതയിലെ ആ പ്രാർത്ഥനാ ശ്ലോകങ്ങളിൽ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സർവ ഉപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്വം. എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവാണെന്ന് സങ്കല്പിക്കുക. സർവ ഉപനിഷദോ ഗാവ, ഉപനിഷത്തുകളെ എല്ലാം കൂടി ഒരു കൂട്ടിവെച്ച ഒരു പശുവാണെന്ന് സങ്കല്പിക്കുക. ആ പശുവിൽ നിന്നും കറന്നെടുക്കുന്ന പാലാണ് ഗീത. ഉപനിഷത്തിന്റെ സാരാംശമാണ് ഗീത. പശുവിന്റെ പാല്, പശുവിന്റെ എല്ലാ അംഗ ഉപാംഗങ്ങളിലുമുള്ള സാരാംശം മാത്രമാണ് പാലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെയാണ് ഉപനിഷത്തിന്റെ സാരാംശമാണ് ഗീത. പക്ഷെ അത് ആ സാരാംശം ആകുന്ന പശു, ആ പശുവിൽ നിന്ന് നമുക്ക് ഈ പാല് ലഭിക്കണമെങ്കിൽ പശുവിനെ കണ്ടു നിന്നാൽ കിട്ടില്ല. പശുവിനെ കറക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതിന് കറവക്കാരൻ വേണമല്ലോ, എങ്കിലല്ലേ പാലെടുക്കാൻ പറ്റുള്ളൂ. ദോഗ്ധ ഗോപാലനന്ദന, ആ കറവക്കാരനാണ് സാക്ഷാൽ ഭഗവാൻ. ഇനിയും ഒരു കറവക്കാരൻ മാത്രം പോരാ പശുവിനെ കറക്കാൻ. ഇന്നത് മതി, പക്ഷെ അന്നത് പോരായിരുന്നു. ഒരു പശുക്കുട്ടി വേണം. ആ പശുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് അകടിൽ വന്ന് മുട്ടിക്കുടിക്കുമ്പോൾ അതിൽ നിന്നും ചുരത്തി വരുന്നതാണ് അതിൻ്റെ പാല്. പാല് ചുരത്തണമെങ്കിൽ പശുക്കുട്ടി കുടിച്ച് അകടിൽ നിന്നും ചുരന്നു വരണം. ഇവിടെ അങ്ങനെ പശുക്കുട്ടിയുണ്ട്. പാർത്ഥോ വത്സ, അർജുനാണ് പശുക്കുട്ടി. അർജുനാകുന്ന പശുക്കുട്ടി ഉപനിഷത്തുകളാകുന്ന പശുവിൻ്റെ മുലയിൽ ഒന്ന് ഞൊട്ടിക്കുടിക്കുമ്പോൾ അതിൽ നിന്നും പാല് ധാരാളം അകട്ടിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ എന്ന കുട്ടിയെ മാറ്റിയിട്ട് ഈ പാല് കറന്നെടുത്ത് നമുക്ക് തരും. അങ്ങനെയാണ് ദുഗ്ധം ഗീതാമൃതം മഹത്ത് എന്ന് ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞപ്പോൾ ഭഗവത്ഗീതയുടെ പ്രാമാണികത എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നിത്യജീവിത ഉപയോഗിയായ ഗീത ഉപദേശിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യുദ്ധഭൂമിയിൽ വെച്ചാണ്. അതൊരു അനൗചിത്യമല്ലേ എന്ന ഗീതയെക്കുറിച്ച് പലപ്പോഴും ആധുനികർ ചിന്തിക്കുന്ന ഒരു വലിയ ദോഷമാണ്. ഭഗവത്ഗീത പോലെ ശ്രേഷ്ഠമായ തത്വോപദേശങ്ങൾ നൽകേണ്ടുന്ന ഒരു സ്ഥലമാണോ യുദ്ധഭൂമി? ആ യുദ്ധഭൂമി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? അർജുനന്റെ തേരെ 2 സൈന്യങ്ങൾക്കും ഇടയിൽ കൊണ്ട് നിർത്താൻ കൃഷ്ണനോട് അർജുനൻ അപേക്ഷിക്കുന്നതും തുടർന്ന് തൻ്റെ പലവിധ സംശയങ്ങൾ ഉന്നയിക്കുന്നതും ഇങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലാണ്. കൃഷ്ണനും അർജുനനും ഒത്തുകൂടുന്ന ശാന്തമായ എത്രയോ അവസരങ്ങൾ മഹാഭാരതത്തിലുണ്ട്. അവിടെ വെച്ചൊക്കെ വേണമെങ്കിൽ അർജുന വരൂ, കുറച്ച് ജീവിതോപയോഗിയായ തത്വങ്ങൾ ഉപദേശിക്കാം എന്ന് രാമായണത്തിലെ ലക്ഷ്മണോപദേശം പോലെ
അർജുനനെ കുറിച്ച് ഉപദേശം കൊടുക്കാമായിരുന്നില്ലേ? അന്നെങ്ങും കൊടുക്കാതെ ഈ യുദ്ധഭൂമിയിലെ അവസാന നിമിഷത്തിൽ അവസാനത്തെ എന്താണ് ആദ്യത്തെ ആയുധം പ്രയോഗിക്കാനുള്ള അവസാന നിമിഷം നോക്കി നിൽക്കുകയാണ്. ഒരു ശംഖുവിളി വന്നാൽ ആയുധം കയ്യിൽ നിന്ന് പറഞ്ഞു വിടാൻ പാകത്തിന് വെച്ചിരിക്കുക. ഈ സമയത്താണ് തേര് നിർത്തിയിട്ട് ഭഗവത്ഗീത എന്ന അതിമനോഹരമായ ഒരു ജീവിതത്വോപദേശത്തിന്റെ കടന്നുകയറ്റം. ഇതിന് എന്താണെന്ന് വെച്ചാൽ ഗീത തന്നെയാണ് മറുപടി പറയും. കാരണം യത്രേയസ്യാത് നിശ്ചയം ബ്രൂഹി തന്നെ ശിഷ്യസ്തേഹം സാധിമാം ത്വം പ്രപന്നം എന്ന് ഇപ്പോൾ മാത്രമാണ് അർജുനൻ കൃഷ്ണനോട് ഉപദേശം ആവശ്യപ്പെട്ടത്. ഇങ്ങനെയുള്ള ഗീതോപദേശം പോലെയുള്ള മഹത്തരങ്ങളായ ഉപദേശങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ, അല്ലാത്തപ്പോൾ ഇത് പറയാൻ പാടില്ല എന്നാണ്. അന്നം വിദ്യ കന്യാച അനർത്ഥിഭ്യോ നദേഹ. അന്നവും വിദ്യയും കന്യയും ചോദിക്കാത്തവർക്ക് കൊടുക്കരുത്. അന്നം വിശന്നു വരുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. വഴിയെ പോകുന്ന ഒരാളെ വിളിച്ച് വരൂ കുറച്ച് ചോറ് തരാമെന്ന് വെച്ചാൽ അയാൾക്ക് വേണ്ട, അയാൾ വയറ് നിറച്ച് കഴിച്ചു വരികയാണ്, അയാൾക്ക് ആവശ്യമില്ല, അയാൾ ഇങ്ങോട്ട് വരില്ല, പോവുകയുള്ളൂ. വിദ്യയും അങ്ങനെയാണ്, ചോദിച്ചു വരുന്നവർക്കേ വിദ്യ കൊടുക്കാവൂ. ഒരു ചന്തയിലോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നിന്നിട്ട് ഉറക്ക വിളിച്ചു പറയേണ്ടതല്ല ഗീത. അത് ചോദിച്ചു വരണം, അപ്പം മാത്രമേ ഉപദേശം കൊടുക്കാവൂ. കന്യക അങ്ങനെയാണ്, ചോദിച്ചു വരുന്നവർക്കേ കന്യക കൊടുക്കാവൂ. വഴിയെ വന്ന ഒരാളെ വിളിച്ച് വരൂ എനിക്കൊരു കന്യക ഉണ്ട് കൊണ്ടുപോളൂ എന്ന് ആരും കൊടുക്കാറില്ല. അന്നം വിദ്യ കന്യാച അനർത്ഥിഭ്യോ നദേഹ, ചോദിക്കാത്തവർക്ക് കൊടുക്കരുത്. അങ്ങനെ ഇവിടെ യത് ശ്രേയസ്യാത് എന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്. യുദ്ധം ചെയ്യണമോ അതോ ഞാൻ പിന്തിരിഞ്ഞു പോകണമോ? യത് ശ്രേയസ്യാത്, യാതൊന്നാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? നിശ്ചിതം ബ്രൂഹി തന്നെ, നിശ്ചയമായിട്ടും എനിക്ക് ഉപദേശിച്ചു തരണം. ശിഷ്യേഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ശാധി മാം ത്വാം പ്രപന്നം, അങ്ങയെ പ്രാപിച്ച് എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് ഗീതോപദേശത്തിന്റെ വലിയ പ്രസക്തിയാണ്. ആവശ്യപ്പെട്ടാൽ എപ്പോഴെവിടെ വെച്ച് ആവശ്യപ്പെടുന്നു അപ്പോൾ ഉപദേശിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല, ഭഗവാൻ തിരഞ്ഞെടുത്ത ഈ ഗീതോപദേശത്തിന് അർജുനനേക്കാൾ കൂടുതൽ ഭഗവാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നില്ലേ ഇങ്ങനൊരു സന്ദർഭം എന്ന് തോന്നും നമുക്ക് കണ്ടാൽ. ഈ നിൽക്കുന്ന കൗരവ സൈന്യങ്ങളൊക്കെയും ഈ ഗീതോപദേശം കേട്ട് മരിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് വീരസ്വർഗം ലഭിക്കില്ല. ഇവരൊക്കെ മോക്ഷത്തിലേക്ക് നയിക്കാൻ എല്ലാവരും ഗീത കേൾക്കണം. ഈ സന്ദർഭത്തിൽ എല്ലാവരും കേൾക്കും, ആരും പിന്തിരിഞ്ഞു പോവില്ല. ദുര്യോധനാദികൾ മുഴുവൻ പേരിൽ നിന്ന് ഗീത കേൾക്കും. അല്ല കേൾക്കുമോ? അല്ലെ ഈ കൃഷ്ണന്റെ ഉപദേശം ആരാ കേൾക്കാൻ പോവാ? പാണ്ഡവര് മാത്രം കേൾക്കുമായിരിക്കും. ഇത് പാണ്ഡവരും കൗരവരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സഭയിൽ വെച്ചാണ് ഉപദേശിക്കുന്നത്. യുദ്ധത്തിൽ 3/4 പേര് മരിക്കാൻ പോകുന്ന ഉറപ്പാണ്. ഈ മരിക്കുന്നവരൊക്കെ ഗീത കേട്ട് മരിക്കട്ടെ, അത് ഏറ്റവും വലിയ ധന്യതയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം. സ്ഥിതവതി പരസൈനിക ആയുഹു അക്ഷണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു എന്ന് ഭാഗവതത്തിലെ ഭീഷ്മസ്തുതിയിൽ ഒരു വരിയുണ്ട്. ഭീഷ്മന് പറയുന്നതാണ്, അങ്ങ് 2 സൈന്യങ്ങളുടെയും നടുക്ക് തേര് കൊണ്ട് നിർത്തിയത് പരസൈനിക ആയുഹു, ശത്രുസൈന്യത്തിന്റെ ആയുസിനെ അക്ഷണാഹൃതവതി കണ്ണുകൊണ്ട് ആകർഷിച്ച് വലിച്ചെടുക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭീഷ്മ അറിഞ്ഞൊരു സത്യമാണിത്.
അർജുനന് വേണ്ടിയിട്ടല്ല. അർജുനൻ ഇപ്പൊ ആദ്യമായിട്ടല്ലോ ഇവരെയൊക്കെ കാണുക. അർജുനൻ ആവശ്യപ്പെട്ടത് യാവാൻ നിരീക്ഷേഹം എന്നാണ്, ഞാൻ ഇവരെയൊക്കെ ഒന്ന് കണ്ടോട്ടെ. മാതുലാൻ, ശുശ്വരാൻ, കുറേ പേരുടെ പേര് പറയും. ഇവരെ ആരെയും കണ്ടിട്ടില്ലേ അർജുനൻ? ആദ്യമായിട്ടാണോ കാണാൻ പോവുക? യുദ്ധം തുടങ്ങാൻ തൊട്ടു മുമ്പ് വരെ കണ്ടല്ലേ വരുന്നേ. ജനിച്ച് വീണപ്പോൾ മുതൽ ഇവരെയൊക്കെ കണ്ടു പരിചയമുണ്ട്. ഇവരുടെ മടിയിൽ ഇവരുമായി തങ്ങളിൽ തല്ലി കളിച്ച് വളർന്നു വന്നവനല്ലേ അർജുനൻ. പിന്നെന്താ ഇപ്പൊ ഇവരെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നത്? യാവാൻ നിരീക്ഷേഹം, ഇവരെ ഞാനൊന്ന് കാണട്ടെ. കണ്ടിട്ടില്ലെന്ന് ചോദിക്കാവുന്നതാണ്. എത്ര പ്രാവശ്യം കണ്ടതാണ്. പിന്നെ എന്തിനാണ് ഈ രഥം അവിടെ നിർത്തിയത്? ഈ അർജുനന്റെ വാക്ക് ഭഗവാൻ അനുസരിച്ചത്, ഈ ചോദ്യം തിരിച്ചു വയ്ക്കാതെ ഭഗവാൻ അനുസരിച്ചത് ഭഗവാന് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടല്ല. പിന്നെ എന്തിനാണ്? അക്ഷണാഹൃതവതി, തൻ്റെ കണ്ണുകൊണ്ട് ശത്രുസൈന്യങ്ങളിലെ യുദ്ധവീര്യമെന്ന ആയുസിനെ കവർന്ന് തന്നിലേക്ക് എടുക്കണം. കവർച്ചക്കാരനാണ് കൃഷ്ണൻ. അത് കവർന്നെടുത്താൽ പിന്നെ ഇവരൊക്കെ ഒരു പിണ്ടി പോലെ അർജുനന് വെട്ടിയിടാൻ പറ്റും. നിമിത്തമാത്രം ഭവ സംവിഭാജൻ. പിന്നൊരു കാരണം മാത്രമേ ഉള്ളൂ. അല്ലെ, ഈ ഭീഷ്മദ്രോണാദികളെ അർജുനൻ വിചാരിച്ച കൊല്ലാൻ പറ്റില്ല. ഈ ഭീഷ്മദ്രോണാദികളായ മഹാരഥന്മാരുടെ യുദ്ധോദ്യുക്തമായ തേജസ് എന്ന ജീവനെ ആദ്യം തന്നെ ഭഗവാൻ അക്ഷണാഹൃതവത്തെ കണ്ണുകൊണ്ട് കവർന്നെടുത്തു. ഈ ഒരു കവർച്ചയ്ക്ക് വേണ്ടി തന്നെ ആവണം രഥം കൊണ്ട് നിർത്തുന്നത്. ഭീഷ്മനാണ് ഈ ആശയം പറയാം. എന്ന് മാത്രമല്ല, ഭീഷ്മൻ ഇത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ കണ്ടതാണ്, എൻ്റെ ഈ തേജസ് അങ്ങയിലേക്ക് വന്ന് ലയിക്കുന്നത് ഞാൻ യുദ്ധഭൂമിയിൽ വെച്ച് കണ്ടതാണ് ആദ്യം. അപ്പോഴെന്നെ കയ്യിൽ നിന്നും അറിയാതെ അമ്പും വില്ലും താഴെ വീണുപോയി. അപ്പോഴാണ് ദുര്യോധന്റെ ശകാരം കൂടുതൽ കിട്ടിയത്. ആഹാ, കൃഷ്ണനെ കണ്ടപ്പോൾ അമ്പും വില്ലും താഴെ ഇട്ടോ. സേനാപതിയായിരിക്കാണ് ഭീഷ്മര്. അപ്പൊ ഭീഷ്മർക്ക് ഇത് ശരിക്കും മനസ്സിലായി കൊണ്ടാണ് ഭീഷ്മസ്തുതിയിൽ ഭീഷ്മരെ സ്ഥിതവതി പരഫൈനികായുരക്ഷണാഹൃതവതി വർദ്ധതകേരിതന്മമസ്തു എന്ന് സ്തുതിക്കാൻ കാരണം. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആവണം രഥം നടുക്കൊണ്ട് നിർത്തി ഉപദേശിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചത്. ഇനിയും 18 അധ്യായത്തിനാണ് ഗീതോപദേശം. ഞാൻ അധ്യായങ്ങൾ ചുരുക്കി പറയുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴെങ്കിലും തീരില്ലാതെ. 1-ാം അധ്യായം അർജുന വിഷാദയോഗമാണ്. യോഗം എന്ന വാക്കിന്റെ അർത്ഥം അധ്യായങ്ങൾ എന്ന് തന്നെയാണ്. ഭഗവത്ഗീതയിലെ ഓരോ അധ്യായത്തിലും യോഗം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അർജുന വിഷാദയോഗം, സാഖ്യയോഗം, അതുപോലെ ഭക്തിയോഗം, വിഭൂതിയോഗം, എല്ലാം യോഗങ്ങളാണ്. അധ്യായ വിഭാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇത് മാത്രമല്ല, യോഗം എന്നുള്ള വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഭാഗ്യം എന്നുള്ള അർത്ഥം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ യോഗം ആണ്, എൻ്റെ ഭാഗ്യമാണെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ ഈ പേര് അർജുന വിഷാദം ഒരു യോഗമായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. വിഷാദം ഒരു യോഗമാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? വിഷാദം വന്നത് എനിക്കൊരു ഭാഗ്യമാണ് എന്ന്. വിഷാദം വരുമ്പോൾ സന്തോഷവും സുഖവുമുള്ള സന്ദർഭത്തിൽ ഈശ്വരനെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ വിഷാദം ഒരു യോഗം തന്നെയാണ്, ഭാഗ്യം തന്നെയാണ്. ഭഗവത് സ്മരണയ്ക്കുള്ള സന്ദർഭം അപ്പോഴേ ലഭിക്കുകയുള്ളൂ. വിഷാദം വരുമ്പോൾ മാത്രമേ ഈശ്വരനെ ഓർക്കുകയുള്ളൂ. എല്ലാവരും പൊതുവെ അങ്ങനെയാണ്. കടുത്ത ആപത്തുകളോ വിഷമതകളോ ഗ്രഹപ്പിഴകളോ അടിക്കടി വന്നാൽ ആരെ ഓർക്കും? ഈശ്വരനെ ഓർക്കും. അതിന് പ്രതിവിധികൾ ചെയ്യും. പൂജകള്, യജ്ഞങ്ങൾ, ഹോമങ്ങൾ, ദാനങ്ങൾ, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഒരു ജ്യോതിഷൻ പറയണം. കവടി വാരി വെച്ചിട്ട് അദ്ദേഹം പറയും, അഷ്ടമത്തിൽ ശനിയാണ്, കടുത്ത ആപത്താണ്, അടുത്ത അമ്പലത്തിൽ പോയി 12 ദിവസം കുളിച്ചു എഴുതി എള്ളുകിഴി നീരാഞ്ജനം പുഷ്പാഞ്ജലിയും ഒക്കെ കഴിക്കാൻ പറയും. ഇതെല്ലാം 12 ദിവസം മുടങ്ങാതെ ചെയ്യും. 13 ദിവസം വരെ പോവില്ല. കാരണം എൻ്റെ ദുഃഖമെല്ലാം ഇപ്പം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് കുന്തി കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകാൻ നോക്കുന്ന കൃഷ്ണന്റെ മുമ്പിൽ ചെന്ന്
ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്, ഒരു വരം ചോദിക്കുന്നുണ്ട്. വിപദ സന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരു. ഹേ ജഗദ്ഗുരു, അങ്ങ് പോകുന്നതിന് മുമ്പ് തത്ര തത്ര വിപദ സന്തു, ഇടയ്ക്കിടയ്ക്ക് ആപത്ത് വരാൻ ഒരു വരം തന്നിട്ട് പോകണേ എന്ന്. ഇതാരും ചോദിക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കണ്ടാൽ ആരെങ്കിലും ചോദിക്കും, ഈശ്വര എനിക്കുറിച്ച് ആപത്ത് വരുത്തണേന്ന്. ആപത്ത് മാറ്റിത്തരണമെന്നല്ല പ്രാർത്ഥിക്കാറുള്ളൂ. ഇവിടെ വിപദ സന്തു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം തന്നെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. ആപത്ത് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈശ്വരനെ സ്മരിക്കൂ. ഭഗവാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ ഇപ്പം ഇങ്ങനെ വരാൻ വേണ്ടത്? ഭവതോ ദർശനം യത് സ്യാദ് എന്നാൽ മാത്രമേ അങ്ങ് കാണാൻ പറ്റുള്ളൂ. സത്യമല്ലേ ഇത്? ആപത്ത് വരുമ്പോഴാണ് ഈശ്വരനെ കാണാൻ പോവുക. അങ്ങനെയെങ്കിൽ വിഷാദം നമുക്കൊരു യോഗമല്ലേ, ഭാഗ്യമല്ലേ? വിഷാദം വന്നാൽ ഈശ്വരാന്വേഷണം ഉണ്ടാകും. അതുകൊണ്ട് എന്നും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിഷാദം തന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണം? എപ്പോഴും ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കട്ടെ. കുന്തിദേവിക്ക് വിഷാദം വരമായി ചോദിക്കേണ്ടതൊന്നും നമുക്കത് വേണ്ട. ഓരോ നിമിഷവും ജീവിതത്തിൽ ഓരോ തരം വിഷാദങ്ങളും ടെൻഷനും സങ്കടവും ദുഃഖവും ആപത്തും വിപത്തും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വരട്ടെ. അത് വരുമ്പോൾ ഈശ്വര സ്മരണ ഉണ്ടാകും. അപ്പോൾ മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കും. തന്നെയാണ് വാസ്തവത്തിൽ ഗീതോപദേശത്തിന്റെ പ്രസക്തി. അതുകൊണ്ട് അർജുന വിഷാദയോഗത്തിൽ ആണ് ഗീത ആരംഭിക്കുന്നുള്ള മനുഷ്യജീവിതവുമായുള്ള ആദ്യത്തെ ബന്ധമാണ്. മനുഷ്യജീവിതവും വിഷാദഗ്രസ്തമാണ് എപ്പോഴും. അതിൽ ഈശ്വരനെ തേടാൻ ഇത് തന്നെ വേണം എന്നാണ്. അതുപോലെ ഉപദേശിക്കാൻ സന്ദർഭം തിരഞ്ഞെടുക്കണം എന്നും ഗീത ആദ്യം പഠിപ്പിച്ചു. നമ്മളൊക്കെ ഉപദേശിക്കുന്നവരാണ്. ഗുരുക്കന്മാരും മാതാപിതാക്കളും ഒക്കെ മക്കളെയും ശിഷ്യന്മാരെയൊക്കെ ഉപദേശിക്കും. പക്ഷേ അവർക്ക് വേണ്ട സന്ദർഭത്തിലല്ല ഉപദേശം കൊടുക്കാറുള്ള പലപ്പോഴും. അതുകൊണ്ട് അവരാ ഉപദേശത്തെ അല്പം പോലും മാനിക്കാറില്ല, നമുക്കറിയാതെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സന്ദർഭം തിരഞ്ഞെടുക്കണം ഉപദേശിക്കും. അപ്പോൾ അവരത് കേൾക്കും. ഇപ്പം നമ്മൾ ഉപദേശിക്കുന്നത് നമ്മളെ ദേഷ്യം തീരാൻ വേണ്ടിയുള്ള ഉപകരണം മാത്രമാണ്. അത് അവർ കേൾക്കുപോലില്ല, കേട്ട ഭാവം പോലും നടിക്കില്ല. അപ്പം നമുക്ക് ദേഷ്യം കൂടുകയും ചെയ്യും. ഇന്നത്തെ ജീവിതമായിട്ടുള്ള വലിയ ബന്ധം ഗീതയ്ക്ക് ഇതാണ്. ഓരോരുത്തരും എന്ത് ചെയ്യണം? ഉപദേശിക്കാൻ സന്ദർഭം. എന്താണ് സന്ദർഭം? അവരെ ക്ലേശിക്കണം. തന്നെത്താൻ പരിഹരിക്കാനാവാത്ത ദുഃഖ പരമ്പരകൾ അവരെ അടിക്കടി വേട്ടയാടുമ്പോൾ അവർ ചോദിക്കും യശ്രേയസ്യാത്. അപ്പം ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിക്കാൻ സന്ദർഭം തിരഞ്ഞെടുക്കണം എന്ന് ഗീത ആദ്യം നമ്മെ പഠിപ്പിച്ചു. ഒന്നാമത്തെ യോഗത്തിലെ ഒന്നാമത്തെ സൂത്രം, ഒന്നാമത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ എന്ന് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായിട്ട് നിൽക്കുന്ന എൻ്റെ സൈന്യവും പാണ്ഡവരുടെ സൈന്യവും എന്താണ് ചെയ്തത് എന്ന് ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് യുദ്ധരംഗത്തെ സംഭവങ്ങൾ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്. സഞ്ജയന് അതിനുള്ളൊരു കണ്ണ് അർജുനൻ വ്യാസൻ നേരത്തെ കൊടുക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു വ്യാസന്റെ ആഗമനമുണ്ട്. വ്യാസൻ രണ്ട് സൈന്യങ്ങളുടെയും നടുക്കൂടെ കടന്നുപോയി. എല്ലാവരും കൈതാഴ്ത്തിയിട്ട് വിനയാന്വിതരായിട്ട് നിന്നു. എന്തെങ്കിലും പറയാനാണ് വന്നതെന്ന് വിചാരിച്ചു. ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ ഈ സൈന്യത്തിൻ്റെ നടുക്കൂടി അപ്പുറത്ത് കടന്ന് നേരെ പോയത് ധൃതരാഷ്ട്ര കൊട്ടാരത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് യുദ്ധം കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഏയ്, ബന്ധുക്കൾ തങ്ങളിൽ തന്നെ മരിക്കുന്ന എനിക്ക് കാണാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? ഓരോ ദിവസത്തെയും യുദ്ധത്തിൻ്റെ കഥ കേട്ടാൽ കൊള്ളാം. ശരി, കേട്ടോളൂ. അതിനുവേണ്ടി സഞ്ജയന് ദിവ്യമായൊരു കണ്ണുകൊടു. ദിവ്യം ദദാമി തേ ചക്ഷു. ഞാൻ നിനക്ക് ദിവ്യമായൊരു കണ്ണ് തരുന്നു സഞ്ജയ, ഇവിടെ ഇരുന്ന് കണ്ടോളൂ. ഇതുമ്പോഴേ സഞ്ജയന് കാണാം. കണ്ട സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കും. ധൃതരാഷ്ട്രക്ക് കേട്ടാൽ മതി, കാണാൻ പറ്റില്ല, കണ്ണില്ല. പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ കാണാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ കൊടുത്തില്ല. ദിവ്യമായ ഒരു ചക്ഷുഫ് ആർക്കാണ് കൊടുത്തത്? സഞ്ജയൻ. ചക്ഷുഫ് എന്ന് വെച്ചാൽ ഈ കാണുന്ന കണ്ണല്ല, അതിൻ്റെ അകത്തുള്ളതാണ്. ചക്ഷുർനാമ കനീനിക അന്തരഗതം തേജ.
കൃഷ്ണമണിയുടെ അകത്ത് കാണപ്പെടുന്ന ഒരു വെള്ള സ്പോട്ട് ഉണ്ട്, അത് തേജസ്. അതിൻ്റെ പേരാണ് ചക്ഷുസ്. നേത്രം, നേത്രപടലം എന്നിങ്ങനെ പല പല അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിനാണ് ചക്ഷുസ് എന്ന് വിളിച്ചത്. അതാണ് കനീനിക അന്തരഗതം തേജ. കനീനികയുടെ അകത്തുള്ളൊരു തേജസ്സാണ്. ഇതേപോലെ ചെറിയ തേജസ്സിൻ്റെ ഒരു ചെറിയ ചിപ്പ് ഭഗവാൻ സഞ്ജയനെ കണ്ണിലേക്ക് ഇട്ട് കൊടുക്കും. സഞ്ജയന് കണ്ണു തുറന്ന് നോക്കിയാൽ യുദ്ധം മുഴുവൻ കാണാം. അപ്പോൾ ഇന്നത്തെ ആധുനിക ടെക്നോളജിയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളാണ് വ്യാസൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇപ്പം നമ്മൾക്ക് ലോകത്ത് നടക്കുന്ന സകല സംഗതികളും നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ക്രീനിൽ കൂടി കാണാം. അതൊരു വലിയ സ്ക്രീനാണ്. ഇതിങ്ങനെ കാണാമെന്ന് ഈ ദിവ്യമായ കണ്ണിൽ കൂടി ഭഗവാൻ അന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. വ്യാസനാണ് എഴുതിയത്. ഇനിയും ഒരു പക്ഷെങ്കിൽ ഭാവിയിൽ ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ക്രീനിലാണ് കാണുന്നത്. അതിനകത്തെ ടെക്നോളജി ചെറുതാക്കി ഈ ടി വി എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ കടുകുമണിയുടെ ഒരു 100% ഒരു ചെറിയ ചിപ്പാക്കി മാറ്റാം. അത് നമ്മുടെ കണ്ണിലേക്ക് ഒന്ന് തെറിപ്പിച്ചാൽ മതി. ആ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം കാണാം. ഇങ്ങനൊരു വിദ്യ ഭാവിയിൽ കണ്ടുപിടിക്കാം എന്ന് ഈ ഗീതയും മഹാഭാരതവും എന്നേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ടെക്നോളജിയുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇങ്ങനെയാണ് ദിവ്യം ദദാമി തേ ചക്ഷുഹു എന്ന് പറഞ്ഞ് കണ്ണു കൊടുത്തത്. എന്നിട്ട് ആ സമയത്ത് പാണ്ഡവ വ്യൂഹങ്ങൾ, കൗരവ വ്യൂഹങ്ങൾ, അതിൽ നിലയുറപ്പിച്ച മഹാരഥന്മാർ, അവരുടെ സ്ഥാനങ്ങൾ, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, ശംഖുകൾ, ഇതെല്ലാം വിസ്തരിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സാരഥിയായ കൃഷ്ണൻ വിഷാദഗ്രസ്തനായ അർജുനന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. തേര് മുമ്പിൽ നീക്കി നിർത്തിക്കൊണ്ട് അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടു പക്ഷത്തിലുമുള്ള സൈന്യങ്ങളെ കാണാനെന്ന യാചേന രണ്ടു പക്ഷത്തിൻ്റെ നടുക്ക് തേര് നിർത്തിയിട്ട് അർജുനൻ കൗരവപക്ഷത്തിലേക്ക് സുദീർഘമായി ഒന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഭീഷ്മര്, ദ്രോണര്, ഇവരെയൊക്കെയാണ്. പെട്ടെന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്, കഥം ഭീഷ്മാഹം സംഖ്യേ ദ്രോണം ച മധുസൂദന, ഞാൻ എങ്ങനെയാണ് ഈ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ ആയുധം കൊണ്ട് എതിരിടുന്നത്? എന്നെ മടിയിലിരുത്തി ചോറ് തന്ന് വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ഭീഷ്മപിതാവ്. എങ്ങനെ അമ്പും വില്ലും പ്രയോഗിക്കണമെന്ന് പല പ്രാവശ്യം കയ്യിൽ തന്ന് പഠിപ്പിച്ച് പ്രയോഗിപ്പിച്ച ആളാണ് ദ്രോണർ. ഇതൊക്കെ നേർക്ക് എനിക്ക് എങ്ങനെ ആയുധം വയ്ക്കാൻ പറ്റും? ഇതൊരു മഹാപാപമല്ലേ? ഈ കഠിനമായ ഒരു മനോവേദന ഈ നിമിഷമാണ് അർജുനുണ്ടായത്, ഇതുവരെ ഉണ്ടായിട്ടില്ല. യുദ്ധം ആരംഭിച്ചപ്പാകായിരുന്നു, ചിന്തിച്ചപ്പാകായിരുന്നു, എത്ര സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ വേണമെങ്കിൽ ഇവരോട് യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ. അതുകൊണ്ട് ഞാൻ ഈ പാപപ്രവൃത്തിയിൽ നിന്നും പിന്മാറുകയാണ്. ജീവിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങൾ ലോകത്തിലുണ്ട്. ആ പുണ്യപ്രവൃത്തികൾ ചെയ്ത് ഒന്നുമില്ലെങ്കിൽ യാചകവൃത്തി സ്വീകരിച്ച് ഞാൻ കഴിച്ചുകൊള്ളാം. എന്നെ യുദ്ധഭൂമിയിൽ നിന്ന് പോകാൻ അനുവദിക്കണം എന്ന് കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്. അർജുനന്റെ ഏറ്റവും വലിയ ഖേദം മുമ്പിൽ നിൽക്കുന്ന മഹാരഥന്മാരാണ്. അവരെയൊക്കെ തൻ്റെ കൈകൊണ്ട് കൊല്ലേണ്ടി വരുമല്ലോ എന്നാണ്. ഇവരുടെ മരണമല്ല അർജുനന്റെ ദുഃഖത്തിന്റെ കാരണം. തൻ്റെ കൈകൊണ്ട് ഇവർ മരിക്കപ്പെടേണ്ടി വരും എന്നുള്ളതിലാണ്. ഇതാണ് അർജുനെ തളർത്തിയത്. മരണം എല്ലാവർക്കും ഉണ്ട്, അതിൽ വിഷാദിച്ചിട്ട് കാര്യമില്ല. ആർക്കും മരിച്ചേ പറ്റുള്ളൂ. അതിനാർക്കും ഒരിക്കലും പിന്തിരിയാൻ പറ്റില്ല.
അപ്പോൾ അർജുനന്റെ യഥാർത്ഥ വിഷമം എന്താണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. ഈ വിഷാദ ചിന്തകൾ അർജുനന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കൂടി ബാധിച്ചു. മനസ്സിന് ബാധിച്ച ഈ രോഗം ശരീരത്തെ തളർത്തി. ഫീദന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ചജായതേ. എന്റെ ദേഹം തളരുന്നു, തൊണ്ട വരണ്ടുപോകുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു. ഗാണ്ഡീവം സംസദേഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. അമ്പും വില്ലും കയ്യിൽ നിന്ന് താഴെ വീണു പോകുന്നു. അർജുന, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നു. ഭ്രമതീവ ച മേ മനഃ, എൻ്റെ മനസ്സിങ്ങനെ വട്ടം കറങ്ങുന്നു. ഇതാ ഞാനിപ്പം താഴെ വീഴും. ഈ അർജുനന്റെ മനസ്സിന്റെ ഭ്രമമാണ്. ഇപ്പൊ വിഷാദം ശരീരത്തെ കൂടെ ബാധിക്കും. മനസ്സിലാണ് വിഷാദം ഉണ്ടാകുന്നത്, അത് പതുക്കെ ശരീരത്തെ ബാധിക്കും. തലവേദനയായിട്ട്, തലകറക്കമായിട്ട്, ക്ഷീണമായിട്ട്, ഏതെങ്കിലും തരത്തിൽ ശരീരത്തെ ബാധിക്കും. പിന്നെ അസ്വസ്ഥത ഏറെയാകും. അർജുനന്റെ മനസ്സിനെ ബാധിച്ച വിഷാദ ചിന്തകളാണ് എന്താണെന്ന് യഥാർത്ഥ കൃഷ്ണൻ മനസ്സിലാക്കി. ഏറ്റവും നല്ല ഭിഷഗ്വരനാണ് ഭഗവാൻ. രോഗത്തിന്റെ കാരണം കണ്ടെത്തിയാൽ പിന്നെ ചികിത്സ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് രോഗത്തിൻ്റെ കാരണം വേണം കണ്ടെത്താൻ. നിദാന പരിവർജനമാണ് വിഷയം. ഇപ്പൊ രോഗത്തെ കാണിക്കുന്നത് ലക്ഷണങ്ങളെ അല്ല ചികിത്സിക്കേണ്ടത്. ലക്ഷണം ചികിത്സിച്ചാൽ രോഗം കണ്ടെത്താൻ പറ്റില്ല. ലക്ഷണം നിലനിൽക്കണം. ഇന്ന് പക്ഷേ ലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് രോഗം എന്താണെന്ന് പിടികിട്ടില്ല. ലക്ഷണം നിലനിർത്തിക്കൊണ്ട് വേണം രോഗം എന്താണെന്ന് കണ്ടെത്താൻ. ലക്ഷണം പോയാൽ പിന്നെ രോഗത്തെ എങ്ങനെ തിരിച്ചറിയും? അതൊരു അടയാളമല്ലേ. അതുകൊണ്ട് വിദഗ്ധനായ ഭിഷഗ്വരനായ ഭഗവാൻ അതിൻ്റെ കാരണം കണ്ടെത്താൻ പുറപ്പെട്ടു. അർജുന വിഷാദത്തിന്റെ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വിഷാദങ്ങൾ ഉണ്ടാകാറുണ്ട്. വൈകാരികമായ തളർച്ചകൾ മൂലം പലവിധ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ബന്ധുക്കളാണ്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കറിയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ ഇതാണ്. മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ, പുത്രന്മാർ, ബന്ധുജനങ്ങൾ എന്നിങ്ങനെ നമ്മുടെ ചുറ്റും നമ്മോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട്. അവർ മുഖാന്തരമുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങൾ നമുക്ക് ധാരാളമാണ്. ഒരു കുട്ടി മനസ്സിൽ വിചാരിക്കുന്നത് ഈ അച്ഛൻ ഒറ്റ ഒരുത്തനാണ്, ഈ അമ്മ ഒറ്റ ഒരുത്തിയാണ് എന്നെ ഇത്രയും വേദനിപ്പിക്കാൻ കാരണം. ഭാര്യ പറയും ഈ ഭർത്താവാണ് കാരണം. ഭർത്താവ് പറയും ഭാര്യയാണ് കാരണം. മാതാപിതാക്കൾ പറയും ഈ മക്കളാണ് എൻ്റെ ദുരിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നെ എന്നും വേദനിപ്പിക്കുന്ന രീതി ഈ മക്കളാണ്. അതുപോലെ ഈ നിൽക്കുന്ന ബന്ധുക്കളാണ് എനിക്കെന്നും ദുഃഖം തരുന്നത്. എന്നിങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണക്കാർ ഇവരാണ് എന്ന് മാറ്റിവെക്കും. വാസ്തവത്തിൽ ഇവരാരുമല്ല. ഏറ്റവും വലിയ ദുഃഖം മരണമാണ്. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ദുഃഖം നമുക്കില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് പ്രതിവിധിയുണ്ട്, ഔഷധമുണ്ട്. മരണത്തിന് മാത്രമില്ല. എത്ര ഡോക്ടർമാർ നോക്കി നിൽക്കുമ്പോഴും എഴുമ്പോഴും ഒരു രോഗിയുടെ പ്രാണൻ പോകാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിലുള്ള ദുഃഖമല്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം മരണമാണ്. അല്ല എന്ന് നമ്മൾ ഇന്ന് പലപ്പോഴും തെളിയിക്കാറുണ്ട്. മനോരമ മാതൃഭൂമിയുടെയും ചരമകോളം മുഴുവൻ വായിച്ചിട്ട് ആരെങ്കിലും കരയെങ്കിലും എന്താ കരയുവോ? എത്ര പേര് മരിച്ചു? കരയും അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരുണ്ടെങ്കിൽ. അയ്യോ എൻ്റെ ബന്ധു, അപ്പൊ ദുഃഖമായി. ഇവിടെ എന്താണ് ദുഃഖത്തിന്റെ കാരണം? മരണമാണോ? എൻ്റെ ബന്ധു എന്നുള്ള ചിന്തയല്ലേ? എൻ്റെ എന്നുള്ള ചിന്തയാണ് ഇവിടെ ദുഃഖത്തിന് കാരണം, മരണം അല്ല. കപ്പൽ മുങ്ങി 5000 പേര് മരിച്ചു. കഷ്ടം, സങ്കടം ഉണ്ടായി, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ പേര് കണ്ടാലോ, അപ്പൊ ദുഃഖമായി, അപ്പൊ കണ്ണീരൊഴുകി.
അപ്പൊ ഈ 5000 പേര് മരിച്ചതിൽ എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് എൻ്റെ ഒരു ബന്ധു ഉൾപ്പെട്ടതിൽ എനിക്ക് ദുഃഖമാണ്. അർജുനനും ഇപ്പൊ ദുഃഖിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ കൈകൊണ്ട് ഇവർ മരണപ്പെടരുത്, ഞാൻ കാരണം എൻ്റെ ബന്ധുക്കൾ ആരും ദുഃഖിക്കരുത്. നമ്മുടെ ഒരു ചിന്ത ഇപ്പോഴങ്ങനെയാണ്. ഞാൻ കാരണമല്ലാതെ കണ്ട് ഇവർ ദുഃഖിച്ചാലോ, ഓ ദുഃഖിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കാരണമല്ലാതെ ഇവർ മരിച്ചാലോ, മരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതല്ലേ നമ്മുടെ മനോവിചാരം. അവിടെയാണ് ഗീത എത്തി നിൽക്കുന്നത്. ഇന്നത്തെ മനുഷ്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ എന്നും പറയും, ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത്. അതെ, സംഭവം ശരിയാണ്. ഞാൻ കാരണമല്ലാതെ നിങ്ങൾക്ക് വിഷമം ഉണ്ടായാലോ, ഒരു കുഴപ്പമില്ല, അവർ വിഷമിച്ചോട്ടെ, അനുഭവിച്ചോട്ടെ. അപ്പൊ ഇവിടെ ഞാൻ ഇതിൻ്റെ കാരണമായി തീരുന്നു എന്നുള്ളതാണ് അർജുന വിഷാദത്തിന്റെ കാരണം. ഇതാണ് വൈദ്യനായ ഭഗവാൻ കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞത്. ഈ അർജുന വിഷാദ കാരണം ഞാനെന്നും എൻ്റെ എന്നുള്ള രണ്ട് വിചാരമാണ്. ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഞാൻ കാരണം ഇവർ മരിക്കരുത്. അപ്പോൾ ഞാൻ അമ്പുമില്ലാതായിട്ട് പോവാണ്. അങ്ങനെ അർജുനൻ തിരിച്ചു പോകുമ്പോൾ ഭീഷ്മരോ ദ്രോണരോ തല ഇറങ്ങി താഴെ വീണ് മരിച്ചാലോ, അപ്പോഴും അർജുനന് വിഷാദം ഇല്ലല്ലോ. അല്ലല്ലോ, ആണോ? അപ്പോൾ അർജുനൻ, ഓ ഞാൻ കാരണമല്ലല്ലോ, ഫലല്ല. നമ്മളും ഓരോ ദിവസവും ഈ വിഷമം അനുഭവിക്കുന്നവരാണ്. നമ്മൾ എന്നും പറയും, ഞാൻ കാരണമായിട്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകരുത്, ഞാൻ കാരണമല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ വിഷമിച്ചോട്ടെ. ഇവിടെയാണ് അർജുന വിഷാദം എന്ന ഒന്നാമത്തെ വിഷയം മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗീത അവതരിപ്പിക്കാൻ പോകുന്നത്. അർജുനന്റെ വികാരങ്ങളും ധർമ്മചിന്തകളും നല്ലതാണ്, പക്ഷേ അനവസരത്തിലുള്ള ചിന്തകളാണ് അവയെന്നതാണ് പ്രശ്നം. ഇത് മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ എല്ലാവരും അർജുനനെ ബഹുമാനിക്കുമായിരുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത് ഭീരുത്വം മാത്രമായിട്ടേ കാണാൻ പറ്റൂ. അതുകൊണ്ട് ക്ലൈബ്യം മാസ്പകമപ്പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠപരന്തപാം. അതുകൊണ്ട് നീ ഇപ്പോൾ ക്ലൈവതയാണ്, നപുംസകത്വമാണ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചേർന്നല്ല. ഇത് ഹൃദയ ദൗർബല്യമാണ്, ദുഃഖമല്ല. അത് ക്ഷുദ്രമാണ്, നിസാരമാണ്. അല്പം കഴിയുമ്പോൾ ഇത് മാറാം. അതുകൊണ്ട് ശത്രുക്കളെ തപിപ്പിക്കാൻ മാത്രമാണ് അർജുന നിനക്ക് ശക്തി. പരന്തപ എന്ന സംബോധന അവിടെയാണ്. നൈതത്വയുപപദ്യത നിനക്ക് ചേരില്ല. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ ഹേ പരന്തപ. ശത്രുക്കളെ നേരിടാൻ നീ മാത്രമാണ് ശക്തനെന്ന് കണ്ടാണ് യുദ്ധസന്നാഹങ്ങൾ ഇത്രയും മുന്നോട്ട് പോയത്. ഇപ്പോഴുള്ള നിന്റെ ഈ പിന്മാറ്റം ബന്ധുസ്നേഹമായോ ഗുരുഭക്തിയായോ ആരും കാണില്ല. എല്ലാവരും അർജുനനെ പഴിക്കത്തേ ഉള്ളൂ. അർജുനൻ യുദ്ധത്തിൽ നിന്നും ഭീരുത്വം കൊണ്ട് തിരിച്ചോടിയതേ പറയുകയുള്ളൂ. ഈ ബന്ധുക്കളെ കണ്ടിട്ട് പേടിച്ചാണ് ഒന്നും ആരും പറയില്ല. അത് ഭീരുത്വമായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് അതാണ് ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞത്. എഴുന്നേൽക്കൂ, യുദ്ധസജ്ജനാവൂ. കൃഷ്ണന്റെ വാക്കുകളൊന്നും അർജുനന്റെ വിഷാദ ചിന്തകളെ കെട്ടാൻ പര്യാപ്തമില്ല. ഗുരുഹത്യ മൂലം ഉണ്ടാകുന്ന ദോഷമോർത്ത് അർജുനൻ വികാരപരവശനായി ഗുരുക്കന്മാരെ കൊല്ലുന്നത് പാപമാണ്, തെറ്റാണ്. ആര് പറഞ്ഞാലും ശ്രേയസിന്റെ മാർഗം എനിക്ക് പറഞ്ഞു തരൂ എന്ന് കൃഷ്ണനോട് വീണ്ടും ഉപദേശിക്കുന്നു. ഗുരുനിന്ദയേറ്റ് ഗുരുവിന്റെ ശാപമേറ്റ് ജീവിക്കുന്നതിനേക്കാൾ ഭേദം പൂജ്യപൂജ വ്യതിക്രമം എന്നൊരു പാപം അതുകൊണ്ട് നേരിടും. അതിനേക്കാൾ ഭേദം ഈ മഹാപാപത്തിൽ പങ്കെടുക്കാതെ പിന്തിരിയലല്ലേ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പാപമാണ് പൂജ്യപൂജ വ്യതിക്രമം. പൂജ്യന്മാരെ പൂജിക്കേണ്ടതിന്റെ ക്രമം തെറ്റുക. അതിൻ്റെ ക്രമം തെറ്റിയാൽ നമ്മൾക്ക് നേരിട്ട് കണ്ടറിയാനാവാത്ത, പ്രത്യക്ഷമല്ലാത്ത എത്രയോ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൂജിക്കപ്പെടേണ്ട ഗുരുക്കന്മാരെ എന്ത് ചെയ്യണം? പൂജിക്കണം. ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ഗുരു വഴിയൂടെ നടന്നു പോയാൽ കണ്ടില്ലെന്ന് അടിക്കരുത്. അദ്ദേഹം നമ്മളെ നോക്കി കണ്ടറിയുന്നുണ്ടാവും. അദ്ദേഹം മനസ്സ് വിചാരിക്കും, ഓ ഇവനെ ഞാൻ പഠിപ്പിച്ചാണല്ലോ, ഇവൻ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ലല്ലോ.
ഈ ഒരു നീരസം നമ്മിൻ്റെ ഒരു പാപമായിട്ട് മാറും. ആ പാപം കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാകുക? വിവാഹസ്തംഭനം, സന്താനസ്തംഭനം, ജോലി കിട്ടാൻ വിഷമം വരിക, ആപത്തുകൾ ഉണ്ടാവുക, വണ്ടി ഇടിക്കുക, ഹൃദയസ്തംഭനം വരിക, എത്ര പ്രശ്നങ്ങളുണ്ടാകാം. ഇതൊക്കെ പൂജ്യന്മാരെ പൂജിക്കുന്നതിന് ക്രമം തെറ്റുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ഇതൊരിക്കലും ഉണ്ടാവരുത് എന്നാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു മഹാപാപമാണ്. വികാരം കൊണ്ടും അജ്ഞാനം കൊണ്ടും അന്ധത ബാധിച്ച് വിഷമിക്കുന്ന എൻ്റെ മനസ്സിന് ശ്രേയസിൻ്റെ മാർഗം ഉപദേശിച്ചു തരൂ. യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം. ഇതിങ്ങനെ അർജുന വിഷാദ യോഗം എന്ന 1-ാമത്തെ അധ്യായം ഗീതോപദേശത്തിനുള്ള ഒരു ആമുഖം മാത്രമാണ്. തളർന്ന് താഴെ വീണ് കിടക്കുന്ന അർജുനനെ ജ്ഞാനോപദേശത്തിൻ്റെ വെള്ളത്തുള്ളികൾ ദേഹത്തേക്ക് തളിച്ച് സജീവമാക്കി ഉണർത്തി എഴുന്നേൽപ്പിക്കലാണ് കൃഷ്ണന്റെ കൃത്യം. യുദ്ധം മൂലം സംഭവിക്കാവുന്ന ഒരു കുലനാശം, ഒരു യുദ്ധം കൊണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളൊക്കെ മരിച്ചു പോകാം. ആ കുലം തന്നെ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. പുത്രന്മാർ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, അന്ത്യേഷ്ടി എന്ന കർമ്മം ചെയ്യാൻ ആരുമില്ലാതെ വെള്ളം കിട്ടാതെ അനുഭവിക്കുന്ന പിതൃക്കൾ, ഉദകശാന്തി പോലും ആർക്കും കൊടുക്കാനാവാത്ത അവസ്ഥ, ഓരോ കുലത്തിൻ്റെയും നായകന്മാരുണ്ടാകുന്ന നഷ്ടം, കുടുംബഛിദ്രം. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു വലിയ സംസ്കാരമാണ്. ഒരു കുടുംബം ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ആ കുടുംബം ഉണ്ടാക്കി വെച്ചൊരു പാരമ്പര്യ സംസ്കാരമുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകും. ആ കുലക്ഷയം ഭാവിയിൽ സ്ത്രീകൾക്കുണ്ടായേക്കാവുന്ന സംസ്കാരച്യുതി ഉണ്ടാകും. ജായതേ വർണ്ണസങ്കര സങ്കരോ നരകായൈവ എന്നിങ്ങനെ ആ അർജുന വിഷാദയോഗം ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് തലമുറകൾക്ക് നരകഹത്യ, നരകതുല്യമായ ദുഃഖമുണ്ടായേക്കാം. ആ ദുശ്ചിന്തകൾ അർജുന വിഷാദത്തിന് കാരണമാകുമ്പോൾ എന്താണ് പരിഹാരം എന്ന ചോദ്യവുമായിട്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ഇത് 1-ാം അധ്യായത്തിൻ്റെ ഒരു ചുരുക്കമാണ്. ഗീതോപദേശം ആരംഭിക്കുന്ന 2-ാം അധ്യായത്തിലാണ്. അതിൻ്റെ പേര് സാംഖ്യയോഗം എന്നാണ്. ഈ സാംഖ്യയോഗത്തിൽ 2 വിഷയമേ ഉള്ളൂ. ഞാനെന്നും എൻ്റെ എന്നുള്ള ചിന്ത മാറ്റിയെടുക്കണം. ഇത് മാറ്റിയെടുത്താൽ ആർക്കും ദുഃഖം ഉണ്ടാവില്ല. എല്ലാവരുടെയും മനുഷ്യജീവിതത്തിലെ ദുഃഖത്തിന് കാരണം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നുള്ള ചിന്തയാണ്. അർജുനനും സംഭവിച്ച ഇതാണ്. എൻ്റെ ബന്ധുക്കളെ ഞാൻ കൊല്ലേണ്ടി വരുന്നു. ബന്ധുക്കൾ മരിക്കുന്നു എന്നുള്ളതിലല്ല, അവർ മരിച്ചോട്ടെ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അർജുനന്റെ ദുഃഖത്തിന് കാരണം ബന്ധുക്കളുടെ നാശമല്ല, ഗുരുക്കന്മാരുടെ നാശമല്ല, പിന്നെന്താണ്? അതിന് ഞാൻ നിമിത്തമാകുന്നു എന്നുള്ള ഒരു വലിയ സങ്കടമാണ് അർജുനനെ ബാധിച്ചത്. അത് മാറ്റിയെടുക്കാനാണ് ഗീത ശ്രമിക്കുന്നത്. 2-ാം അധ്യായം മുഴുവൻ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പിന്മടങ്ങുകയാണ്. നമ്മുടെ സമയം ഏതാണ്ട് അടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ 1-ാം അധ്യായം കൊണ്ട് ഉപസംഹരിക്കാം. 2-ാം അധ്യായം സാംഖ്യയോഗമാണ്. അത് ഇത്തിരി നീണ്ട 1074 അധ്യായം, അത് ശ്ലോകങ്ങളുള്ള ഒരു നീണ്ട അധ്യായമാണ്. 3 വിഷയങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് 3 ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഉപസംഹരിക്കാം. ഇന്നിപ്പോൾ ഇതിലാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് സാംഖ്യയോഗത്തിലേക്ക് പ്രവേശിക്കാം. സർ, ഒരു സംശയം എനിക്ക് അങ്ങയുടെ ഈ പ്രഭാഷണത്തിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയം. അതായത് അങ്ങ് പറയുകയുണ്ടായി, കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ദുഃഖം മാത്രം തരണം എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് മേൽപ്പത്തൂര് എന്ന അദ്ദേഹത്തിന് വാതരോഗം മാറുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ പൂന്താനം അദ്ദേഹത്തിന് അവർക്ക് മക്കളില്ലാത്തവർ മകനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്താണ്? കാരണം വിഷാദം മാത്രം, ശരിയാണ്, വിഷാദം മാത്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാനെ നമ്മൾ ആഗ്രഹിക്കുള്ളൂ എന്നാണോ അതിന്റെ ഒരു ധ്വനി വരിക? അങ്ങനെയാണെങ്കിൽ
അതെ, ജീവിതത്തിൽ ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വിഷാദമാണ്. വാതരോഗം വന്നുകൊണ്ടാണ് നാരായണി എഴുതിയത്. അതിന് മേൽപ്പത്തൂരായിരുന്നു പോണമെന്നില്ലല്ലോ. അല്ല, അതൊരു കാരണം, ഒരു നിമിത്തമായെന്നാണോ ആ, അങ്ങ് പറഞ്ഞ നിമിത്തമാണ്. അതെ, അതെ, നിമിത്തമാണ്? അതൊരു നിമിത്തമാണ്. നിത്യജീവിതത്തിൽ ഏവർക്കും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വിഷാദം വരുമ്പോൾ എന്നാൽ ഈശ്വരനെ കണ്ടേക്കാം, ഈശ്വര അന്വേഷണം ആരംഭിക്കാം, ഗീത വായിക്കാം, ഭഗവത്ഗീത വായിക്കാം, നാമം ചൊല്ലാം, പൂജ കഴിക്കാം എന്നുള്ള സത്ചിന്തകളിലേക്ക് തിരിയുന്നത് ഒരു കാരണം വിഷാദമാണ്. സാറേ സാർ എനിക്കൊരു ഒരു ചോദ്യം. സംശയം. അതെ, ജ്യോതിഷത്തിന് കിട്ടിയോ അതോ? മനസ്സിലായി. എനിക്കൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ അതെ, സാർ. ഈ നമ്മളെ എല്ലാ വർഷവും ഈ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ശ്രാദ്ധ വിടുമല്ലോ. ആ, അപ്പൊ അത് നമ്മള് ഏതെങ്കിലും ഒരു ഈ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, രാമേശ്വരം, ഉള്ള ഒരു സ്ഥലത്ത് പോയി നമ്മള് ഈ ബലി തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ചെയ്യേണ്ടതായിട്ട് ഇല്ലാതായിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണ്ട എന്നുള്ള നിയമമുണ്ടോ? അതോ എല്ലാ ഇതിന്റെയൊക്കെ വർഷവും പിതൃക്കളുടെ തൃപ്തി വരുത്തണോ നമ്മൾ? എങ്ങനെയാന്ന്? ഇതിന്റെയൊക്കെ മറുപടി ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചതുമാണ്. ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ത്യേഷ്ടി എന്നൊരു വിഷയം വിസ്തരിച്ച് പല ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണത്. ഒരുപക്ഷെ നിങ്ങൾ ആ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അറിയാത്തത്. അന്ന് അതെ ഈ അതെ ക്ലാസ്സിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. എവിടെ പോയി എന്ത് സമർത്ഥം ചെയ്യാൻ, ഗംഗയിൽ പോയാലും ഗയയിൽ പോയാലും കാശിയിൽ പോയാലും പിതൃകർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അതിന് ഒരു പരിഹാരം മാത്രമല്ല, തൽക്കാലം ഒരാശ്വാസം ഉണ്ടാകുമെന്ന് മാത്രം. എല്ലാ വർഷവും വാർഷികമായിട്ട് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. എന്തിനാണെന്നൊക്കെ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റെക്കോർഡാണ്, ഒന്നെടുത്ത് കേട്ടു നോക്കിയോളൂ, ഒപ്പം അതിൻ്റെ ഉത്തരം കിട്ടും. സന്തോഷം. അല്ലെങ്കിൽ എൻ്റെ ശങ്കരൻ. സനാതന പൂജ എന്ന പുസ്തകത്തിന്റെ അവസാനം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് സാറിനോട് മറുപടിയായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയിൽ ഇതുമുണ്ട്. ശരി, സന്തോഷം. സാർ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സഞ്ജയന് ദിവ്യചക്ഷുസ് ഇല്ലാതെ എങ്ങനെ കാണാൻ കഴിയില്ലേ? സഞ്ജയനെ ദിവ്യചക്ഷുസ് കൊടുത്തോണ്ടല്ലേ കാണാൻ സഞ്ജയന് പറ്റുന്നത്? വ്യാസൻ ദിവ്യചക്ഷുസ് പ്രദാനം ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അതല്ലാതെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരുന്നത്? 100 കിലോമീറ്റർ ദൂരം നടക്കുന്ന യുദ്ധം എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ എല്ലാ വിശദാംശങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതെ, ദൂരെ നടക്കുന്നത് കാഴ്ചയൊക്കെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ദിവ്യമായ ചക്ഷുസ് വേണം, അല്ലെ കാണാൻ പറ്റില്ല. കണ്ണിന് എത്താവുന്ന ഒരു ദൂരം അതെപ്പോഴും അവരുടെ കണ്ണുകൾക്ക് പരികൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം എനിക്ക് വിടുന്നതുകൊണ്ട് അമേരിക്കയിൽ നടക്കുന്ന ഒരു യുദ്ധമോ ചിന്ത എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് എൻ്റെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ദിവ്യമായ കണ്ണ് കൊടുക്കുന്നത് ഇതിന്റെ സമ്പൂർണമായ കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. അതെ, എവിടെ ദൂരെ നടക്കുന്ന കാഴ്ചയും കാണാൻ പറ്റുന്ന ആ പാകത്തിലുള്ള ഒരു കണ്ണാണ് ഇവിടെ സഞ്ജയന് കൊടുക്കുന്നത്. സമഗ്രമായ വീക്ഷണം എന്നർത്ഥം. അതെ, സമഗ്രത എന്ന് വെച്ചാൽ ദൂരെ നിൽക്കുന്നത് കാണാൻ പറ്റില്ല. സാറിന് കണ്ണിന് എത്താവുന്ന ഒരു ദൂരത്തിൻ്റെ ഒരു പരിധിയാണ്, എൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉള്ളതും അതാണ്. ഏതാണ്ട് 100ഓളം കിലോമീറ്റർ ദൂരെയുള്ള യുദ്ധം രംഗം മുഴുവൻ നേരിട്ട് കണ്ടു വർണ്ണിക്കണമെങ്കിൽ അങ്ങനെ ദിവ്യമായൊരു കണ്ണ് വേണം, അല്ല പറ്റില്ല. അതിനാണ് കൊടുത്തത്. എല്ലാ വിശദാംശവും കിട്ടില്ല. ശരിയാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഏട്ടാ, പിന്നെ ഗീത പലപ്പോഴും പലരും പറയുന്നത് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങ് പറഞ്ഞപ്പോഴാണ് അതിന് വലിയൊരു തത്വം ഇങ്ങോട്ട് മനസ്സിലായത്. അത് അവിടെ വെച്ച് തന്നെ എന്തിനാ പറഞ്ഞേ?
വിളിച്ച് മാറ്റി വെച്ച് ഞങ്ങൾ പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ലേ? അതെ അതെ. അത് വളരെ സന്തോഷമായി. വരുന്നല്ല ഓ, പലപ്പോഴും നന്നായി. അപ്പൊ അവിടുത്തെ വാക്കുകൾ അങ്ങനെയാണ്. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കേൾക്കാത്ത പല കാര്യങ്ങളും. ഇപ്പൊ ഗീത നമുക്ക് അഹങ്കാരം തോന്നുന്നുണ്ടോ ഗീതയോ? അത് സ്വാമിജി പറഞ്ഞാൽ അപ്പുറം ഗീതയെക്കുറിച്ച് കേൾക്കാൻ വരെ പോകണം എന്നൊക്കെ സംശയിക്കാറുണ്ട്. സിംഹാജീവനപ്പുറം ഗീത ഇല്ലാന്ന് എൻ്റെ തോന്നല കണ്ടായിരുന്നു. പല ഗീത അതെ ഒരു അതെ അതെ 22 പുസ്തകമുണ്ട് ഗീത, ചില വെർഷൻസ്. പക്ഷേ അതെ. അവിടുന്ന് ഇപ്പൊ പറഞ്ഞ പോലെ എന്തിനാണ് അവിടെ വെച്ച് ഗീത പറഞ്ഞത് എന്ന് സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓ, പിന്നെ ഒരു നന്നായി. സംശയം, അത് ഭാവസത്രം എന്നൊന്നും എല്ലാം പറഞ്ഞോ? സത്രം സത്രം ഡിസംബറിലാന്ന് അറിഞ്ഞു. എവിടെ വെച്ചാന്നുള്ളത് എവിടെ വെച്ചാണ്? അമ്പലപ്പുഴ ആയിരിക്കും. എന്തോ അമ്പലപ്പുഴ. സന്തോഷം. ഇപ്പൊ കണ്ട സംശയമുണ്ട്. ചോദിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം പറയാം. കൊടുക്കാൻ വിചാരിച്ചാണ്. ഇപ്പൊ കണ്ട സന്തോഷം, വളരെ സന്തോഷം. ഓ, ആയിക്കോട്ടെ. ജയശങ്കര, ജയശങ്കര. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തീകരിക്കാം. ഉപസംഹരിക്കാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജഗദീശന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര, ജയശങ്കര. ജയശങ്കര, 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 ജയശങ്കര. ജയശങ്കര.